അടിമാലിയിൽ ബൈപ്പാസ് റോഡിൽ സുരക്ഷാ വേലിയില്ലാത്തതും അശാസ്ത്രീയമായ നിർമ്മാണവും അപകടത്തിന് കാരണമാകുന്നുവെന്ന് പ്രദേശവാസികൾ. വ്യാഴാഴ്ച ബൈപ്പാസിൽ ബൈക്ക് തോട്ടിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചിരുന്നു. അപകടം ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണമെന്ന ആവശ്യവും ശക്തം. അടിമാലി ടൗണിൽ BSNL ജംഗ്ഷന് സമീപത്തു നിന്ന് ആരംഭിച്ച് കോംകോ റോഡിലേക്ക് എത്തുന്ന ബൈപ്പാസ് റോഡിലാണ് അപകടക്കെണിയുള്ളത്. ഈ റോഡിന്റെ ഒരു വശത്തുകൂടി കൈത്തോടൊഴുകുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം റോഡിൽ നിന്ന് താഴേക്ക് പതിച്ചാൽ വലിയ അപകടം സംഭവിക്കും. ഈ ഭാഗത്തൊന്നും സുരക്ഷാവേലിയില്ല. ഇതിനൊപ്പമാണ് ഈ റോഡിലെ കലുങ്കിന് സമീപമുള്ള ഭാഗത്ത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത യാത്രക്കാർക്ക് വിനയാകുന്നത്. ചെറിയൊരു വളവോടുകൂടിയ ഭാഗത്താണ് കലുങ്കുള്ളത്. റോഡിനെ അപേക്ഷിച്ച് കലുങ്കിന് വീതിക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ കലുങ്കിന്റെ വീതിക്കുറവും അളവുമറിയാതെ എത്തുന്നവർ റോഡിന്റെ തുറസായ ഭാഗത്തുകൂടി തോട്ടിലേക്ക് പതിക്കാൻ സാധ്യത നിലനിൽക്കുന്നു. ഇവിടെയായിരുന്നു വ്യാഴാഴ്ച രാത്രിയിൽ ബൈക്ക് തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചത്. ഇവിടെ ഇന്നലെ രാത്രി നടന്നൊരു അപകടത്തിൽ ഒരാൾ മരണപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. ഇതിനു മുമ്പ് ഇതുപോലെ പല അപകടം ഉണ്ടായിട്ടുണ്ട്. ഈ റോഡിൻ്റെ പണി കണ്ടോ, അവിടെ ഒരു കട്ടിങ്, ഇവിടെ ഒരു കട്ടിങ്, അവിടെ നിന്ന് വീതിയിൽ വന്നിട്ട് ഈ റോഡ് ഇവിടെ വന്നിട്ട് റോഡ് ചുരുങ്ങുവാണ്. ഈ പാലം ചെറിയ പാലം, അവിടുന്ന് ആ കട്ടിങ് അവിടെ നടക്കേണ്ട. ഇതിനു മുമ്പ് ഇതുപോലെ അപകടം ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് ആൾ താഴെ പോയി ഇതുപോലെ അപകടം ഉണ്ടായിട്ടുണ്ട്. ഒരു കൈവരി ഇതുപോലെ ചേർന്ന് പിടിപ്പിക്കുകയായിരുന്നു. ഒരു മനുഷ്യജീവൻ ഇന്നലെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുമ്പും ഇവിടെ സമാന രീതിയിൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കലുങ്കിന് സമീപം റോഡ് അവസാനിക്കുന്ന തുറസായ ഭാഗത്ത് സുരക്ഷാവേലി സ്ഥാപിക്കണം. രാത്രികാലത്തെ വെളിച്ചക്കുറവും അപകട സാധ്യത ജനിപ്പിക്കുന്നു. വളവും കലുങ്കിന്റെ വീതിക്കുറവും സൂചിപ്പിച്ച് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നു. ബന്ധപ്പെട്ടവരുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.